അല്ല ചേച്ചി പറയൂ, ഫസ്റ്റ് ഉണ്ടായിരുന്ന കാർത്തിക്കും ഇപ്പത്തെ കാർത്തിക്കും തമ്മിലൊരു നല്ലൊരു ചേഞ്ച് ഉണ്ടല്ലോ. ചേഞ്ച് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ ഇപ്പോഴും എപ്പോഴും എന്നെ ചീത്ത പറയുന്നതിന് ഒരു മാറ്റവും ഇല്ല. കാരണം ഇത് ക്യാമറ അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോൾ അതുവരെയുള്ള ആളേ അല്ല. പിന്നെ ചേച്ചി ഒന്ന് പറഞ്ഞു, ഒന്ന് ഇമിറ്റേറ്റ് കാണിച്ചു. നമ്മളെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. സത്യം. അതുവരെ അമ്മ രക്ഷപ്പെടും. അമ്മ അതെടുത്ത് വെച്ച് ഇതെടുത്ത് വെച്ച് അമ്മ ഇങ്ങനാണ് അങ്ങനെയാണ് അല്ല അങ്ങനെ നിക്കും. ചിലപ്പോ നമ്മളിങ്ങനെ നിക്കുമ്പോ ഇങ്ങനൊക്കെ പറയും. അമ്മയുടെ ചൊൽപ്പടിക്ക് നിന്നോ ഇല്ല ആർട്ടിസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ചോ? ഇപ്പം മറ്റേ ക്യാമറ അങ്ങോട്ട് എടുത്ത് വെച്ചു, അത് കഴിഞ്ഞ് അതുവരെ കളി ചിരി തമാശ ഇതെല്ലാം അങ്ങോട്ട് എടുത്ത് വെച്ചു, സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചെല്ലാം റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോ മാറി, മുഖഭാവമേ മാറി. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇപ്പൊ ദേഷ്യപ്പെടാറില്ല. ഇപ്പൊ ചേച്ചിക്ക് അറിയാം കാർത്തികന്റെ രീതി അറിയാം. പൊതുവേ ദേഷ്യപ്പെടാറില്ല. നേരത്തെ അപ്പൊ ഞാൻ തന്നെ പറയും, കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടരുത്, ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയല്ല. കാരണം അത് നന്നാവാൻ വേണ്ടിട്ടല്ല, അത് എല്ലാം ഇങ്ങനെ എല്ലാം നമ്മള് നമ്മുടെ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും എല്ലാം ഞാൻ തന്നെയാ ചെയ്യാം. അസിസ്റ്റൻസ് ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഈ നമ്മൾ ബാക്കി എല്ലാം സെറ്റപ്പാക്കി വരുമ്പോൾ ഈ ആർട്ടിസ്റ്റ് സൈഡിലൂടെ വരുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കിട്ടാതെ വരുമ്പോൾ കുറേ കഴിയുമ്പോഴേ നമുക്കങ്ങ് അങ്ങനത്തെ ഒരു ഇതിൽ പറ്റുന്നതായിരുന്നു. പക്ഷെ അതൊരു നല്ലൊരു റീസൺ അല്ല. അതിന്റെ ഇടയ്ക്കാണ് അമ്മയുടെ സ്ക്രീനിൽ നിന്ന് ഔട്ടായിട്ടുള്ള കളിയും കാർത്തികിന്റെ കൺട്രോള് പോയത് തന്നെ. അല്ല ശരിക്കും പറഞ്ഞ കാർത്തിക് ഇപ്പത്തെ പിള്ളേരെ ഞാൻ കുറ്റം ഒരിക്കലും പറയില്ല. ബിക്കോസ് കുറച്ചുകൂടെ അറിവ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മീഡിയയിലാണ് എല്ലാവരും എന്താ പറയാ, ഒരു വിരൽ തുമ്പിലാണ് അറിവുള്ളതെന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്. ഈവൻ യൂട്യൂബ് ആയാലും ശരി, ഫേസ്ബുക്കിലൊക്കെ ആയാലും. അപ്പൊ ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴേ അത് യൂത്ത് കാണുന്നുണ്ട്. ആ ജനറേഷന്റെ ഒരു ഗ്യാപ്പിന്റെ വ്യത്യാസം. ഇപ്പം ന്യൂജൻ ഓൾഡ് ജൻ എന്നൊക്കെ പറയില്ലേ, എന്നെയൊക്കെ ഓൾഡ് ജെന്നി കൂട്ടിയിരിക്കുകയാണ്. ന്യൂജൻ അതനുസരിച്ച് മാറണം. ഞാനിപ്പോ എന്റെ പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, കാർത്തിക് വരുന്നുണ്ട്, നാടോടുമ്പോ നടുവേ ഓടണം എന്നാണ് ചേച്ചി കാര്യം പറയാറ്. ഞാൻ ഓടുന്നില്ല എന്നുള്ള പരാതി പൊതുവേ ഉണ്ട്. അന്ന് ചേച്ചി ഞാൻ കുറച്ചൊക്കെ ന്യൂജനിൽ നിന്ന് പഠിക്കണ്ടേ കാര്യങ്ങള്. അപ്പൊ അങ്ങനത്തെ ഓരോ മെയിൻ സ്ട്രീംസ്, അതായത് ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വിഭാഗക്കാരും സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. അതുണ്ട്, തീർച്ചയായിട്ടും അവരുണ്ടല്ലോ. പിന്നെ അവരുടെ ടേസ്റ്റ് ആണ് ഓരോ വർക്കുകൾ കാണുമ്പോൾ അവരെങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ചിലപ്പോൾ ചില ഹ്യൂമറൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില വേർഡ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്രിഞ്ച് എന്ന് പറയുന്ന ഒരു വേർഡ്, ഈ വേർഡ് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ വെക്കുകയോ അല്ലെങ്കിൽ ക്രിഞ്ച് എന്ന വേർഡ്സ് യൂസ്, അത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളെ വലുതായിട്ട് വരാറുള്ളൂ. ഈ വ്യത്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ ചില ഹ്യൂമർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ പറയുന്ന ചില ഹ്യൂമറുകൾ, ചില വേർഡ്സ് ഇതൊന്നും ചിലപ്പോൾ ക്ലിക്കായി നിൽക്കുന്ന, ചിലപ്പോൾ തൂക്കി അവൻ ഇതെന്ന് വെച്ചാൽ അവൻ സീൻ തൂക്കി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഈ ഹൃദയപൂർവ്വത്തിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, സാറ് സീൻ തൂക്കി. അത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു വേർഡാണ്. അപ്പൊ അങ്ങനത്തെ ചില ഇത് അങ്ങനെയുള്ളവർക്ക് കണക്ട് ആവത്തില്ല. ഇവിടെ എന്ത് ഹ്യൂമറാണ്, അപ്പൊ അതിനെന്ത് ഹ്യൂമർ തോന്നുന്നു. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ആരുടെയെങ്കിലും ചിലപ്പോൾ ഇന്റർവ്യൂവിൽ അവര് ട്രോളായിട്ട് പറഞ്ഞൊരു വേർഡ് ആയിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനത്തെ അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ആവും, അത് അപ്ഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്. അപ്പൊ ആ ഒരു വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കുമ്പോൾ ചിലപ്പോ അതിലുമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് ആളുകൾക്ക് അത്രേ ഉള്ളൂ വ്യത്യാസങ്ങൾ. നിങ്ങൾ ന്യൂജൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ എപ്പോഴും വഴക്ക് പറയും ചേച്ചി, അമ്മ എപ്പോഴും പുറകെ കിടക്കുക, ഇത് തന്നെ ഇങ്ങനെയെന്ന് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു ഉള്ളത് കിടന്നാൽ മതി, മര്യാദയ്ക്ക് കിടക്കുമല്ലോ, അവിടെ കിടന്നോളാന്ന് പറയും. അപ്പൊ എനിക്ക് എപ്പോഴും പിള്ളേർ അങ്ങനെയല്ല, അമ്മ അപ്ഡേറ്റഡ് ആവണം, ഇപ്പത്തെ ജെന്നായിട്ട് മാറണം എന്നൊക്കെ പറയും. മാറും, പക്ഷെ എന്റെ മാനസിക സ്ഥിതികളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ആളുകളുടെ ആയാലും ഓരോ കാര്യങ്ങളിലേക്കുള്ള അപ്രോച്ച്, ഇപ്പം പ്രണയമാണെങ്കിലും പ്രണയത്തിനോടുള്ള അപ്രോച്ച് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകളുടെ മാറിയിട്ടുണ്ട്. അതേപോലെ ചേച്ചി ഇപ്പൊ ഇവർക്ക് ഭയങ്കര, ഞാൻ കാർത്തികിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, കുറെ ഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചേച്ചി സ്കൂളിൽ പഠിച്ചപ്പോ SHIP ഷിപ്പ് അതിനെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഈ 2025 ഞാൻ കുറെ ഷിപ്പിനെ കുറിച്ച് പഠിച്ചു. ചേച്ചി പഠിച്ചോ? റിലേഷൻഷിപ്പ് എന്തൊക്കെയാ പറഞ്ഞേ? സിറ്റുവേഷൻഷിപ്പ് കുറെ ഉണ്ടല്ലേ? അമ്മയുടെ നോട്ടം കൂടെ ശ്രദ്ധിച്ചോ? കറക്റ്റ്.
കറക്റ്റ്. അമ്മേ അത് കണ്ടുപിടിക്കണം കേട്ടോ. പിന്നെ കുറെ വാക്കുകളുണ്ട് അമ്മ. ഇപ്പൊ പറഞ്ഞില്ലേ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് കേട്ടതാ. പിന്നെ ഞാൻ പഠിച്ചു ചേച്ചി ഒരു വാക്ക്, ഡാർക്ക്. കണ്ടോ ഇല്ലേ, ശോകമായി പറയുന്നതിന്റെ ഒരു അതിന്റെ ശോകം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നെഗറ്റീവ് ആണ്. ഡാർക്ക് എന്നൊക്കെ പറയുന്നത് ചേച്ചി വരെ മനസ്സിലായത്. നമ്മുടെ സീൻ ഡാർക്ക് എന്ന് പറഞ്ഞാൽ കാണുന്ന സീൻ ഇരുട്ടാന്നല്ലേ വിചാരമുള്ളൂ. നമുക്ക് അത്ര ഇന്നസെൻസ് മതിയല്ലേ ചേച്ചി? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഒരു ഇതുണ്ടല്ലോ, പൂക്കി. എന്തോ ഒരു സാധനം, കൊറിയൻ ആണോ ചൈനയാണോ ഇതൊന്നും എനിക്കറിയാം. മര്യാദക്ക് അതിന്റെ അർത്ഥം എന്നാ ഞാൻ പറഞ്ഞു. അത് നമ്മൾ ഈ ഓവർ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളിനെ തോന്നുന്നു. എന്റെ ദൈവമേ തമ്പുരാനെ, ഇതൊന്നും പഠിക്കാതിരിക്കട്ടെ. മലയാളത്തിൽ കറക്റ്റ് ഒരു ഇത് പറയാന്ന് ഭയങ്കര എനിക്കിഷ്ടം. ഭയങ്കര ഇതായിട്ട് പഞ്ചാരയാണോ എന്റെ പൊന്നെ ചേച്ചി? നമുക്കുള്ളത് മുഖത്ത് നോക്കി പറയുന്നതല്ലേ ഏറ്റവും നല്ലത്. അതാ നല്ലത്.